സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാകഭോജനം നല്ലത്. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ സാധാ ഭോജനം നല്ലത്. ഒരു ഇടവകയിൽ പുതുതായി ചുമതലയേറ്റ പട്ടക്കാരൻ ആദ്യ ദിവസം സന്ദർശിച്ചത് ആ ഇടവകയിലെ വളരെ ദരിദ്രയായ ഒരു അമ്മയുടെ വീടാണ്. ഒരു സാധാരണ കുടിൽ, അതിനുള്ളിൽ വളരെ സാധാരണമായ ഭക്ഷണം. ആ വീടിനുള്ളിലെ ആളുകൾ ഇടപെടുന്ന സ്നേഹം, സംഭാഷണങ്ങളുടെ മാധുര്യം, ബന്ധങ്ങളുടെ മധുരിമ, സ്നേഹത്തിൻ്റെ രുചി ആ ഭവനത്തിൽ ആയിരുന്ന സമയം അദ്ദേഹം വളരെയധികം ആസ്വദിച്ചു. അടുത്ത ദിവസം സായാഹ്ന ഭക്ഷണത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചത് അവിടെയുള്ള ഏറ്റവും ധനികനായ ഒരു പ്രമാണിയായിരുന്നു. ആഡംബരത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആ അത്താഴ വിരുന്നിൻ്റെ ഭാഗമായിരുന്നു. സമൃദ്ധമായ ഭക്ഷണം, തടിപ്പിച്ച കാളക്കുട്ടി. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. അവിടെ സംഭാഷണങ്ങൾ വളരെ തണുത്തതായിരുന്നു, പരസ്പര വിമർശനങ്ങളായിരുന്നു. ആരും ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത സമ്മർദ്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഭവനത്തിൽ തിരിച്ചെത്തിയ ആ പട്ടക്കാരൻ അന്ന് സായാഹ്ന ധ്യാനത്തിനായി വായിച്ച വേദഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു സദൃശവാക്യങ്ങൾ 15-17. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാകഭോജനം നല്ലത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് തിരിച്ചറിഞ്ഞ ഒരു സമയം. വ്യത്യസ്തമായ രണ്ടിടങ്ങൾ. ഒരിടത്ത് ബന്ധങ്ങൾക്ക് മധുരമയില്ല. ബന്ധങ്ങളെ നിർണയിക്കുന്ന പദം ദ്വേഷമാണ്, പകയാണ്, വിദ്വേഷമാണ്. മറ്റൊരിടത്ത് ബന്ധങ്ങൾ മധുരതരമാണ്. അവിടെ സമ്പത്തില്ല, പക്ഷേ സ്നേഹം നിറഞ്ഞൊഴുകുകയാണ്. ഈ രണ്ട് ഇടങ്ങളും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഏതാവും നാം തിരഞ്ഞെടുക്കുക? സദൃശവാക്യക്കാരൻ നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തി, സമ്പത്തും സമൃദ്ധിയും ദ്വേഷവും ഉള്ള ഒരിടവും, മറുവശത്ത് സ്നേഹവും സമാധാനവും ഉള്ളൊരിടവും. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പിൽ സമൃദ്ധിയുടെ ഭക്ഷണം ഒരു വശത്തും സാധാരണ ഭക്ഷണം മറുവശത്തും, ഒരിടത്ത് ദ്വേഷം, ഒരിടത്ത് സ്നേഹം, ഏതാവും തിരഞ്ഞെടുപ്പ്? സമ്പത്തല്ല, സ്നേഹത്തിനും സന്തോഷത്തിനും അടിസ്ഥാനവും നിദാനവുമെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ജ്ഞാനി. ഹൃദയത്തിൻ്റെ സന്തോഷം നിർണയിക്കുന്നത് ഒരിക്കലും സമ്പത്തല്ല എന്ന് പറയുവാൻ ശ്രമിക്കുന്ന അനുഭവം. സ്നേഹമില്ലാത്തിടത്ത് എത്രമാത്രം ആഡംബരമുണ്ടായാലും സ്നേഹം നിറഞ്ഞ ഒരു സാധാരണ ഇടത്ത് ഉള്ള സന്തോഷം ആ ആഡംബരങ്ങൾക്ക് നൽകുവാൻ കഴിയില്ല എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നാം മനസ്സിലാക്കണം എന്ന ചോദ്യം ശ്രദ്ധേയമാകുന്നത്. ദ്വേഷമുള്ള ഒരിടമാണോ എൻ്റെ ഭവനം? എൻ്റെ ഭവനത്തെ
നിർണയിക്കുന്ന അടിസ്ഥാന അടയാളം സ്നേഹം അല്ലാതായി പോയിരിക്കുന്നുവോ? സ്നേഹം നഷ്ടപ്പെട്ടു പോയ വീടുകൾ, ചോർന്നുപോയ വീടുകൾ, ബന്ധങ്ങൾ സ്നേഹം വരണ്ട അവസ്ഥയിലായിപ്പോയ അനുഭവത്തിലായിരിക്കുന്ന വീടുകൾ. നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഈ സദൃശവാക്യത്തിന്റെ പഠനം ശ്രദ്ധേയമാകുന്നത്. ഒരു ചെറുപ്പക്കാരൻ സമ്പത്ത് അന്വേഷിച്ച് തൻ്റെ ഗ്രാമം വിട്ട് ദൂരേക്ക് പോയി. അവൻ്റെ അന്വേഷണ പ്രകാരം സമ്പത്ത് നേടി. പക്ഷേ സമ്പത്തിൻ്റെ അധികം അവനുണ്ടായിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാതെ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, ഈ സമ്പത്തിലൊന്നും സന്തോഷം കണ്ടെത്താതെ അവൻ വർഷങ്ങൾ ജീവിച്ചു. ഒടുവിൽ ഒരു നാൾ അവൻ തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ തീരുമാനിച്ചു. ഗ്രാമത്തിൽ അവൻ്റെ മുത്തശ്ശി പാർത്തിരുന്ന കൊച്ചു കുടിലിലേക്ക് അവൻ നടന്നു ചെന്നു. വർഷങ്ങൾക്കു ശേഷം ചെറുമകനെ കണ്ട മുത്തശ്ശി വളരെ സന്തോഷിച്ചു. സാധാരണ കഞ്ഞിയും പയറും ആ വീട്ടിൽ ഉള്ളത് ആ മകനുമായി സായാഹ്നത്തിൽ പങ്കുവച്ചു. ആ കഞ്ഞിയും പയറും, സ്നേഹം കൊണ്ട് ചാലിച്ച ആ കഞ്ഞിയും പയറും ഓരോ കവിൾ കുടിച്ചിറക്കുമ്പോഴും എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചു. താൻ നഷ്ടമാക്കിയത് എന്താണ് എന്ന് ഇവിടെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ ഒരനുഭവം. പ്രിയരെ, ഒരുപാട് വീടുകൾ ഇന്ന് സംഘർഷഭരിതമാണ്. സമ്പത്തുണ്ട്, പക്ഷെ ബന്ധങ്ങളിൽ ഊഷ്മളത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സമ്പത്തുണ്ട്, പക്ഷെ മനുഷ്യർ തമ്മിൽ അകന്നുപോയിരിക്കുന്നു. അവിടെ ആത്മീയ ജീവിതം തന്നെ എവിടെയോ പോയി മറഞ്ഞ അനുഭവമായി മാറിയിരിക്കുന്നു. അഭിപ്രായ ഭിന്നതയാണ് ആ ഭവനങ്ങളുടെ മുഖമുദ്ര. സംഘർഷഭരിതമായ ജീവിത സാഹചര്യത്തിലായിരിക്കുന്ന എത്രയോ ഭവനങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ദ്വേഷമുള്ള ഭവനം, ആ ഭവനത്തിന് ഒരു രൂപാന്തരം അനിവാര്യമല്ലയോ എന്ന് ചോദിക്കുവാൻ നാം പ്രേരിതരാകുകയാണ്. എത്ര തടിപ്പിച്ച കാളക്കുട്ടി ഉണ്ടായാലും ശരി, ദ്വേഷമുള്ളൊരു ഭവനാന്തരീക്ഷം അത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള അന്തരീക്ഷമാണ് എന്ന് ഞാനീ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദിക്കുവാൻ നാം തയ്യാറാകണം. ദ്വേഷമുള്ളിടത്ത് പരസ്പര അംഗീകാരമില്ല, അവിടെ പരസ്പര പ്രോത്സാഹനമില്ല, പരസ്പര ഉത്സാഹിപ്പിക്കലില്ല. മറിച്ച് വിരൽ ചൂണ്ടൽ, പഴിചാരൽ എന്നിവ മാത്രമാണ്. ഓരോരുത്തരും താനാണ് ശരി, താൻ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുടെ മധ്യേ അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി ഓരോരുത്തർ മാറുമ്പോൾ ഓരോരുത്തർക്കും ജീവിതം ആസ്വാദ്യകരം അല്ലാതായി മാറുന്ന അവസ്ഥ. പ്രിയരെ, തടിപ്പിച്ച കാളക്കുട്ടി ഉണ്ടായിരിക്കാം, പക്ഷേ ദ്വേഷമുള്ളിടത്ത് ജീവിതം അത് അർത്ഥവത്തായ ജീവിതമാണോ? സ്നേഹം ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന സ്നേഹം, സ്പർദ്ധിക്കാത്ത നിഗളിക്കാത്ത സ്നേഹം, അയോഗ്യമായി നടക്കാത്ത സ്നേഹം, സ്വാർത്ഥം അന്വേഷിക്കാത്ത സ്നേഹം, സകലവും ക്ഷമിക്കുന്ന, സകലവും സഹിക്കുന്ന, സകലവും പൊറുക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിന് പകരം തടിപ്പിച്ച കാളക്കുട്ടിയും സമൃദ്ധിയും നൽകാം എന്ന് പറഞ്ഞാൽ ആ ഭവനങ്ങളിലെ നഷ്ടം ആകുന്ന അനുഭവം എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാനായി കഴിയുന്നില്ല. അത് ആത്മീയതയുടെ, പ്രാർത്ഥനയുടെ, വചന പഠനത്തിൻ്റെ അഭാവം മാത്രമല്ല, മറിച്ച് ആ ഭവനത്തിൽ ഇല്ലാതെ പോകുന്നത് മനഃശാന്തിയാണ്, മനസ്സമാധാനമാണ്, ആത്മസന്തോഷമാണ്. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ എന്ന് പാടുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്
അത്തരത്തിലുള്ള ഭവനങ്ങൾ ഇന്നും വഴുതി വീഴുമ്പോഴാണ് സ്നേഹിതരെ ഈ സദൃശവാക്യത്തിൻ്റെ പൊരുളും പ്രസക്തിയും നാം വീണ്ടും അവഗാഹമായി ചിന്തിക്കേണ്ടത്. തടിപ്പിച്ച കാളക്കുട്ടിയുണ്ട്, പക്ഷേ അസഹിഷ്ണുതയാണ് ആ വീട്ടിലെ ബന്ധങ്ങളുടെ മറ്റൊരു മുഖമുദ്ര. വാക്കുകൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മറിച്ച് കുത്തി നോവിക്കുന്നവയായി മാറുമ്പോൾ, മറ്റുള്ളവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ, വിദ്വേഷവും പകയും അപരനെ ഇല്ലായ്മ ചെയ്യുന്ന ഒഴിവാക്കുന്ന തലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സ്വാർത്ഥത പുതിയ രൂപങ്ങളും ഭാവങ്ങളും കൈക്കൊള്ളുമ്പോൾ, അവിടെയാണ് ആ ഭവനത്തിൻ്റെ വേദനാജനകമായ അനുഭവത്തിൻ്റെ ആഴങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ ഭവനങ്ങളിൽ അപ്പനും അമ്മയും തമ്മിലുള്ള അകൽച്ച മാത്രമായി ആരംഭിക്കുന്നതാകാം, അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ ആരംഭിക്കുന്നതാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്നേഹം ചോർന്നു പോകുന്ന ഇടങ്ങളായി മാറുമ്പോൾ, അവിടെ വിദ്വേഷവും പകയും ദ്വേഷവും വന്നു നിറയുമ്പോൾ, അവിടെ ഉണ്ടാകുന്നത് ഒരു വിഷലിപ്തമായ ഭവനാന്തരീക്ഷമാണ്. ആ വിഷലിപ്തമായ ഭവനാന്തരീക്ഷത്തിൽ കുറ്റം പറയലും കുറവ് പറയലുമാണ് കൂടുതൽ നാം കേൾക്കുക. പ്രാർത്ഥനയും ആത്മീയതയും ആരാധനയും അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെയുള്ള കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ, വൈകാരിക ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുന്നു. വിവരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ആശങ്കയും ഭയവും പേടിയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. നിർണയിക്കുവാൻ കഴിയാതെ വണ്ണം നിരാശയുടെ ആഴമായ ഗർത്തങ്ങളിലേക്ക് അവർ വീണുപോകുന്നു. തമ്മിലും മറ്റുള്ളവരുമായി അവർണ്ണനീയമായൊരു അകൽച്ച അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നു. ജീവിതം വേദനാജനകമാകുന്നു. ഒരുപക്ഷെ തടിപ്പിച്ച കാളക്കുട്ടി ഉണ്ടാകാം, ജീവിതത്തിൻ്റെ എല്ലാ സമൃദ്ധിയും ഉണ്ടാകാം. പക്ഷെ അവിടെ സ്നേഹവും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ, അവിടെയുള്ള മാതാപിതാക്കൾ, അവിടെയുള്ള കുഞ്ഞുങ്ങൾ, അവിടെയുള്ള മുതിർന്നവർ, അവരൊക്കെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ജ്ഞാനി നമുക്ക് നൽകുകയാണ്. മനസ്സിലെ വെറുപ്പ് പലയിടങ്ങളിലും ക്രൂരതയുടെ ഭാവങ്ങൾ സ്വീകരിക്കുന്നു. ചിലയിടങ്ങളിൽ അത് ശാരീരിക ക്രൂരതയായി മാറുന്നു, ചിലയിടങ്ങളിൽ അത് വൈകാരിക ക്രൂരതയായി മാറുന്നു, ചിലയിടങ്ങളിൽ അത് മാനസിക ക്രൂരതയായി മാറുന്നു. ദൈവ സാന്നിധ്യം നഷ്ടമാക്കുന്ന ഈ ഭവനങ്ങളിലെ പ്രകടിതമാകാത്ത സ്നേഹത്തിൻ്റെ പരിസ്ഫുരണങ്ങളുള്ള ഈ ഭവനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദ്വേഷമുള്ളിടത്ത് നിങ്ങൾക്ക് എത്ര സമൃദ്ധിയായ ഭക്ഷണം ലഭിച്ചാലും, എത്ര തടിപ്പിച്ച കാളക്കുട്ടികളെ അറുത്തു തിന്നുവാനുള്ള അവസരമുണ്ടായാലും, അതിനേക്കാളും ശ്രേഷ്ഠമായ അവസ്ഥ സ്നേഹമുള്ളിടത്തൊരു സാധാ ഭക്ഷണമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സ്നേഹിതരെ, അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്ന സ്നേഹമുള്ള ഇടങ്ങളെക്കുറിച്ച്, സ്നേഹം വാഴുന്ന ഇടങ്ങളെക്കുറിച്ച്, സ്നേഹം പ്രാമുഖ്യം നേടുന്ന ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം സ്നേഹത്താൽ അടയാളപ്പെട്ടതാണോ? എൻ്റെ ബന്ധങ്ങൾ സ്നേഹത്താൽ ലിഖിതമാണോ? എൻ്റെ കുടുംബം സ്നേഹത്താൽ അറിയപ്പെടുന്നതാണോ? എൻ്റെ സഭ സ്നേഹത്തിൻ്റെ നിറകുടമാണോ എന്നൊക്കെ ഇടയ്ക്കെങ്കിലും നാം ചോദിക്കുകയും അവിടെ പകയുടെയും വെറുപ്പിൻ്റെയും ദ്വേഷത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കണികകൾ ലോകത്തിന് കാണുവാൻ കഴിയുന്നുവോ എന്ന് വിചിന്തനം ചെയ്യുവാനും നമുക്കാകണം. പരസ്പര സ്നേഹം, അതിനെക്കുറിച്ച് നമുക്കൊരുപാട് പറയുവാനായിട്ട് കഴിയും. പക്ഷെ സ്നേഹമുള്ള ഇടത്ത് ഒരു സാധാരണ ഭോജനമാണ്, സാധാ ഭക്ഷണമാണെങ്കിലും അവിടെ ആ ഭക്ഷണത്തിൻ്റെ രുചി, സ്നേഹത്തിൽ ചാലിച്ച ഭക്ഷണത്തിൻ്റെ രുചി, അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്തതാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നത് പാചകം ചെയ്യുന്നവർക്ക് ആമോദമായി മാറുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം പാകം ചെയ്തവർക്ക് നന്ദി കരേറ്റുന്നത്, ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നത്, ഭക്ഷണമേശ ആ വീടുകളിൽ
സന്തോഷത്തിൻ്റെ പ്രതീകമായി മാറുന്നു, കൂട്ടായ്മയുടെ പ്രതീകമായി മാറുന്നു. സ്നേഹം അത് പ്രകടിതമായ ഭാവമായി, പ്രകടിതമായ രൂപമായി മനുഷ്യരുടെ പുഞ്ചിരിയിൽ, മനുഷ്യരുടെ സന്തോഷത്തിൽ, മനുഷ്യരിലെ സന്തോഷ വർത്തമാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, നേരിട്ട് നിൽക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്, സഹനമുണ്ട്, പരസ്പര ധാരണയുണ്ട്. ആരെയും ചെറുതാക്കാൻ ശ്രമമില്ല, ആരെയും കുറ്റം പറയുവാൻ ശ്രമമില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നുപോയാലും ആ അബദ്ധങ്ങൾ സ്നേഹത്തിൽ ക്ഷമിക്കുന്നു. സ്നേഹം സർവം പൊറുക്കുന്ന സ്നേഹം, സ്നേഹം സർവം സഹിക്കുന്ന സ്നേഹം, സ്നേഹം അപരനെ ഉള്ളതുപോലെ അറിയുവാനും ഉള്ളതുപോലെ ഉൾക്കൊള്ളുവാനും കഴിയുന്ന അവസ്ഥ. ക്രിസ്തുവിങ്കലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോഴും ആ ക്ഷണത്തിന്റെ പ്രത്യേകത അതാണ്. നീ ആരായിരിക്കുന്നുവോ ആ വ്യക്തിത്വത്തെ ഞാൻ സ്നേഹിക്കുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിന്നെ ചേർത്തണയ്ക്കും എന്ന് വാഗ്ദത്തം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ആ കുടുംബങ്ങളിൽ, ക്രിസ്തു സ്നേഹത്തിൻ്റെ നിറഞ്ഞൊഴുക്ക് ആ കുടുംബങ്ങളിൽ നാം കാണുന്നു. ആ കുടുംബങ്ങളിലെ ബന്ധങ്ങളിൽ ആ സ്നേഹത്തിൻ്റെ ഉള്ളൊഴുക്ക് നമുക്ക് ദൃശ്യമായി തിരിച്ചറിയുവാൻ കഴിയുന്നു. സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്, സ്നേഹമുള്ളിടത്ത് സഹനമുണ്ട്, സ്നേഹമുള്ളിടത്ത് പാരസ്പര്യതയുണ്ട്, സ്നേഹമുള്ളിടത്ത് അന്യോന്യതയുണ്ട്. സ്നേഹമുള്ളിടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുമയുടെ അനുഭവമാണ്. ഭിന്നതയുടെ ഒരുപാട് സാഹചര്യങ്ങളുള്ള ലോകത്തിൽ, വ്യത്യസ്തതയുടെ അനവധി സാധ്യതകളുള്ള ലോകത്തിൽ, അന്യവൽക്കരണത്തിൻ്റെയും പാർശ്വവൽക്കരണത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ ജീവിക്കുന്ന ഒരു ലോകത്തിൽ പരസ്പര സ്വീകാര്യതയുടെ ആഴങ്ങൾ നാം തിരിച്ചറിയുന്നത് സ്നേഹം എന്ന മുപ്പിരി ചരടിൽ നാം ബന്ധിതരാകുമ്പോഴാണ്. എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കുവാൻ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുവാൻ, എല്ലാവരും ആ ഭവനത്തിൻ്റെ ജീവിതത്തിലും തീരുമാനമെടുക്കലിലും പങ്കാളികളാണെന്ന് അവരവർക്ക് തന്നെ തോന്നുന്ന സ്നേഹ സാന്ദ്രമായൊരവസ്ഥയിലേക്ക് കുടുംബാന്തരീക്ഷത്തെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെയുള്ളതാകണം കുടുംബം. അവിടെ കുറവുകളുണ്ടാകാം, പരിമിതികളുണ്ടാകാം, ഭക്ഷണം സാധാരണ ഭക്ഷണമായിരിക്കാം. പക്ഷേ അതിൻ്റെയൊക്കെയും മധ്യേ സ്നേഹത്താൽ അടയാളപ്പെടുന്ന ബന്ധങ്ങൾ ആ കുടുംബത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ കുടുംബത്തിലെ ജീവിതം, ആ വീട്ടിലെ ജീവിതം സാർത്ഥകമായൊരു ജീവിതമായിരിക്കുമെന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷവും ചിരിയും നിറഞ്ഞ ജീവിത അന്തരീക്ഷം. ചിരി മാഞ്ഞുപോയ എത്രയോ വ്യക്തികളെ നമുക്കിന്നറിയാം. ഉള്ളം തുറന്നൊന്ന് ചിരിച്ചിട്ട് നാളെത്രയായി എന്ന് പറയുന്ന എത്രയോ വീട്ടമ്മമാർ, സംഘർഷങ്ങളുടെ മരുധേ ഭാരം സഹിക്കുവാൻ കഴിയാതെ ഭാരവാഹികളായി ജീവിക്കുന്ന എത്രയോ വീട്ടിലെ അപ്പന്മാർ, മതിയായി എന്ന് കരുതി ജീവിക്കുന്ന എത്രയോ മക്കൾ. ഈ യാഥാർത്ഥ്യത്തിൻ്റെ മധ്യയാണ് സന്തോഷവും ചിരിയും നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഭവനാന്തരീക്ഷത്തെക്കുറിച്ച് നാം ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. അവിടെ പരസ്പരം കൈതാങ്ങലുണ്ട്. നമ്മുടെ ക്ഷീണാവസ്ഥയിൽ തലചായ്ക്കാൻ ചുമലുകളുണ്ട്, വീഴ്ചയിൽ കൈതാങ്ങുവാൻ കരങ്ങളുണ്ട്, മുറുകെ പിടിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ ഹൃദയങ്ങളുണ്ട്. ആ അവസ്ഥയാണ് കുറ്റവും വിമർശനവുമല്ല, പ്രോത്സാഹനവും ഉത്സാഹം നൽകലുമാണ് ആ വീടിൻ്റെ മുഖമുദ്രയായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ളിടത്തിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയമാണ്. സ്നേഹിതരെ, ഇന്ന് ഒരുപാട് ഭവനങ്ങളിൽ സ്നേഹം പ്രകടിതമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷ പരസ്പരം വിനിമയം ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമിച്ച് നാം ചിലവഴിക്കുന്നതായിട്ടുള്ള സമയമാണ്. ബന്ധങ്ങളുടെ പരിപോഷണം സ്നേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭർത്താവും ഭാര്യയും
ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളുടെ മധ്യേയും പരസ്പരം ഒരുമിച്ച് ചിലവഴിപ്പാൻ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് സംഭാഷിപ്പാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിപ്പാൻ, ഒരുമിച്ച് നടക്കുവാൻ, ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ, ഒരുമിച്ച് കളിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ദൈവം നമുക്ക് മക്കളെ തരുമ്പോൾ ആ മക്കളുമായി ചേർന്ന് വളരെ ക്രിയാത്മകമായി സമയം ചെലവഴിക്കുവാൻ, ബന്ധങ്ങളുടെ ഊഷ്മളത നാം ആസ്വദിക്കുന്ന സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ മാതാപിതാക്കളുമായി വളരെ വളരെ അവഗാഹമായ ബന്ധത്തിൻ്റെ ആഴങ്ങൾ നാം കണ്ടെത്തുക അവരുമായി സമയം ചിലവഴിക്കുക വഴിയാണ്. അയൽക്കാരുമായി, കൂട്ടുകാരുമായി പരസ്പരം സമയം ചിലവഴിക്കുന്ന അവസ്ഥ. ആധുനിക ലോകം ഇന്നൊരു പക്ഷേ നമ്മുടെ കുട്ടികൾ ചെന്നെത്തിയിരിക്കുന്ന അവസ്ഥ, എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അനവധി കൂട്ടുകാരുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധിയുടെ മധ്യയാണ് താൻ ഒറ്റയ്ക്കായി പോകുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നത്. മാനസികമായ ആശ്വാസം നൽകുവാൻ കഴിയുന്ന ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഓർമ്മകളുടെ നിർമ്മിതിയാണ് സ്നേഹമുള്ള കുടുംബങ്ങളിൽ നൽകുക. ജീവിതത്തിൻ്റെ ഏതവസ്ഥകളുടെ മധ്യയും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുളിർമ നിറഞ്ഞ ഓർമ്മകളെ നാം സൃഷ്ടിക്കുകയാണ് ഇന്ന് നാം ചിലവഴിക്കുന്ന സ്നേഹസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ എന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ളിടത്ത് പാരസ്പര്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്നേഹമുള്ളിടത്ത് പ്രധാനമായും ആത്മീയ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ധാർമ്മികതയ്ക്കു വേണ്ടി, നൈതികതയ്ക്കു വേണ്ടി അനുകമ്പയോടെ ജീവിപ്പാൻ, സ്നേഹം അത് ആസ്വദിക്കപ്പെടേണ്ടത് മാത്രമല്ല, സ്നേഹം അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നുകൂടെ തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാകുമ്പോഴാണ് സ്നേഹം നിറയുന്നിടത്ത് സ്നേഹം തുളുമ്പി ഒഴുകുന്നത് ലോകത്തിന് കാണുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അത് ദൈവ കേന്ദ്രീകൃതമായ ഭവനമായിരിക്കും. പരിധികളുടെ മധ്യേ കുറവുകളുടെ മധ്യേ അവിടെ ആ പരിധികളും പരിമിതികളും കുറവുകളും ആസ്വാദ്യകരമാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവിതാവസ്ഥയെക്കുറിച്ചാണ് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറം എഴുതപ്പെട്ട ഈ സദൃശവാക്യം ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, പ്രിയരെ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം ആഴമായി സ്വയവിമർശന ബുദ്ധിയോടെ നാം ചോദിക്കണം. ഇതൊരുപാട് സഭകളുടെ അവസ്ഥയും ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നമുക്ക് തിരിച്ചറിയാം. സമ്പത്ത് ഒരുപാടുണ്ടായി, സമൃദ്ധി ഒരുപാടുണ്ടായി, തടിപ്പിച്ച കാളക്കുട്ടിയുടെ നിറവ് നമ്മുടെ അനുഭവമായി മാറി. പക്ഷെ ഈ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും മധ്യേ എവിടെയോ സ്നേഹമായ കർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയുവാൻ നമുക്കായില്ല. എന്നാൽ സാധാരണ ഇടങ്ങളിൽ, ചെറിയ സഭകളിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും മധ്യേ സാധാരണക്കാരായ മനുഷ്യർ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് സമ്പത്തുണ്ടാകണമെന്നില്ല, അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരുമിച്ച് വരുന്നിടത്ത് കർത്തൃ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവർക്കാകുന്നു. ഒരുമിച്ച് വരുന്നിടത്ത് ആരാധന ആസ്വാദ്യകരമാക്കുവാൻ അവർക്കാകുന്നു. ഒരുമിച്ച് വരുന്നിടത്ത് കൂട്ടായ്മ സന്തോഷ ഭരിതമാക്കുവാൻ അവർക്കാകുന്നു. ഒരുമിച്ച് വരുന്നിടത്ത് ശുശ്രൂഷ അർത്ഥവത്തായി ചെയ്യുവാൻ അവർക്കാകുന്നു. ആ അനുഭവം നമ്മുടെ കുടുംബജീവിതത്തിൽ എന്ന വണ്ണം തന്നെ സഭാജീവിതത്തിലും യാഥാർത്ഥ്യമാകണമെങ്കിൽ ഞാൻ ഈ ഓർമ്മിപ്പിക്കപ്പെട്ട ഈ സദൃശവാക്യം നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്തെ സാധാരണ ഭോജനം, ശാഖഭോജനം നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ സഭകൾ ദ്വേഷമുള്ള ഇടങ്ങളായി മാറിപ്പോയിരിക്കുന്നുവോ?
അത്തരത്തിലുള്ള ഇടങ്ങളെ വീണ്ടും സ്നേഹത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുവാൻ നമുക്കാകുന്നത് എങ്ങനെ? പകയുടെ ഇടങ്ങളായി പോയിരിക്കുന്നുവോ, അകൽച്ചയുടെ ഇടങ്ങളായി പോയിരിക്കുന്നുവോ, അത്തരത്തിലുള്ള ഇടങ്ങളെ വീണ്ടും ഐക്യത്തിന്റെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സാക്ഷ്യത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെ? സ്വയവിമർശനത്തോടെ, സ്വയവിലയിരുത്തലോടെ രാജ്യങ്ങൾ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. നമ്മുടെ രാജ്യം സമൃദ്ധമായ രാജ്യമായി മാറി. പക്ഷെ അവിടെ അവരെന്നെ അംഗീകരിക്കുവാൻ കഴിയാതെ അന്യവൽക്കരണവും അപരവൽക്കരണവും വർദ്ധിച്ച് ദൂരേക്ക് പോവുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥ. മറ്റിടത്ത് അവിടെ സമ്പത്തില്ല, സമൃദ്ധിയില്ല. പക്ഷേ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും അനുഭവത്തെക്കാൾ ഉപരിയായി ചേർത്തണയ്ക്കുന്ന സ്നേഹാർദ്ധ അന്തരീക്ഷം വർദ്ധിക്കുന്ന അനുഭവം. അതുകൊണ്ട് സ്നേഹിതരെ, പല തലങ്ങളിൽ അവഗാഹമായി ചിന്തിക്കേണ്ടുന്ന ഒരു സദൃശവാക്യമാണ് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. കർത്താവ് ഇതിൻ്റെ ആഴവും പൊരുളും ഇതിലും അവഗാഹമായി തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ ജീവിത പ്രമാണമാക്കി മാറ്റുവാൻ, ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാക്കി നമുക്ക് സദൃശവാക്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 17-ാം വാക്യം. ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളക്കുട്ടിയേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാകഭോജനം നല്ലത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.